ഒരു ഇലയപ്പം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഞാൻ ഒത്തിരി കാലമാണ് ഞാൻ ഇവിടെ നിന്ന് ഇല്ലായിരുന്നു. അപ്പം എനിക്ക് എത്ര അറിയത്തൊന്നുമില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നു. ഞാൻ ഇലയപ്പം പിടിക്കുവാണ്, ഉണ്ടാക്കുവാണ്. ചക്ക, തേങ്ങ, ഇച്ചിരി വാഴപ്പഴം, ശർക്കര, ഏലക്ക ഇത്ര ഇട്ടാൻ തോന്നുന്നു ചെയ്യുന്നത്. അപ്പം ഉണ്ടാക്കുവാണ്. ഞരടി മിക്സ് ചെയ്യണം കേട്ടോ. എനിക്കറിയത്തില്ല, ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ചക്ക കിട്ടിയോണ്ട്, ചക്കപ്പഴം കിട്ടിയോണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ. വാഴയിലയിൽ എണ്ണയൊക്കെ പറ്റുമെന്ന് തോന്നുന്നു. എണ്ണയൊക്കെ പുരട്ടിയാണ് ഇവിടെ റെഡിയാക്കി വെച്ചേക്കുന്നത് വാഴയില. ഇത്രയും ചെയ്തപ്പോഴാണ് ഇവൻ വീഡിയോ കൊണ്ട് വരുന്നത്. അവൻ വീഡിയോ എടുപ്പാണ്. അപ്പോൾ അവൻ വീഡിയോ എടുക്കട്ടെ എന്ന് വിചാരിച്ചു. അവൻ്റെ ആഗ്രഹമല്ലേ. അവനോട് ഇനി പോയി കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനൊന്നും അറിയുമല്ലോ. അതുകൊണ്ട് ഞാൻ സമ്മതിച്ച് കൊടുക്കുന്നതാണ്. അവൻ്റെ ആഗ്രഹങ്ങൾ, പിള്ളേരുടെ ആഗ്രഹങ്ങൾ നമ്മൾ കുറച്ചൊക്കെ അംഗീകരിക്കണം അല്ലേ. അതുകൊണ്ട് അവൻ എവിടെയെങ്കിലും ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാലേ പിന്നെ ആരാ വീഡിയോ എടുക്കുന്നത്? ആരുമില്ല, എനിക്ക് വേറെ ആരുമില്ല. അതുകൊണ്ട് അവൻ്റെ ആഗ്രഹം സഫലമാക്കാം അല്ലേ ഗൈസ്. രാവിലെയാണ് കേട്ടോ. അവിടെ എന്നെ വഴക്കോന് കിടക്കുവാണ്. അല്ലാതെ എന്നെയിപ്പം കഴിക്കാൻ റെഡിയായി നിൽക്കുവാണ്. എന്നെയിപ്പം വെന്തിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ്. ദോശയുണ്ട്, അത് നമുക്ക് എന്നും ദോശ ആയതുകൊണ്ട് അവർക്കത് വേണ്ട. മിക്കവാറും ദോശ ഇഡ്ഡലിയൊക്കെ തന്നെ, അതാർക്കും വേണ്ട. ഞാനിപ്പോൾ കഴിക്കുന്നു. എൻ്റെ പാത്രമൊക്കെ കഴുകാൻ കിടപ്പുണ്ട്. ഗൈസ്, അടുക്കളയൊക്കെ കുളമായി കിടക്കുന്നു. ഞാൻ രാവിലെ എണീച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ ചിലരുടെ മാത്രമേ ഇപ്പോൾ ചുമ്മാ നിന്നപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത മാവ്. അപ്പോൾ ഞാൻ ചെന്ന ഇലയപ്പാട്ടം ഇങ്ങനല്ലേ ഉണ്ടാക്കുന്നു. എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ ചെയ്യുവാണ്. എനിക്കത്ര എക്സ്പീരിയൻസ് ഇല്ല ഈ കാര്യത്തിലൊന്നും. എൻ്റെ വീട്ടിൽ ഉണ്ടാക്കുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ എനിക്ക് കാണാനൊന്നും പറ്റില്ല. എൻ്റെ ഒരു ഓർമ്മ കാര്യങ്ങളും വെച്ച് ഞാൻ ചെയ്യാം. പണ്ടൊക്കെ ഞാൻ സ്ഥിരം വീട്ടിലുണ്ടാക്കുമായിരുന്നു. ചക്കയൊക്കെയുള്ള സമയത്ത്, വാഴപ്പഴമൊക്കെയുള്ള സമയത്തും ഞാൻ ഉണ്ടാക്കുമായിരുന്നു. വാഴപ്പഴം വെച്ച് വീട്ടിൽ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. എൻ്റെ അടയപ്പം, ഞാൻ എന്താ പറയുന്നത്, അടയപ്പം എന്നും പറയുന്നു തോന്നുന്നു. അനയപ്പം, അടയപ്പം അങ്ങനെയൊക്കെ പറയും തോന്നുന്നു. ഈ മാവ് അരിപ്പൊടി ഇല്ല കേട്ടോ, കുറവായിരുന്നു. ഞാൻ പിന്നെ അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ അരി ഞാൻ അരച്ച് കപ്പ കാച്ചി ഈ പരുവാക്കിയാണ്. അരിപ്പൊടി നോക്കിയപ്പോൾ കുറവായിരുന്നു. അപ്പോൾ ഇലയപ്പത്തിനോട് കാണത്തില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ ചെയ്യുവാണ് ഗായ്സ്. ഇത് ശരിയായിരുന്നു. ചക്ക സീസൺ എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കും. ഇപ്പോൾ പണ്ടൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാക്കുമല്ലോ. ആ പൊട്ടി അല്ല ഇവിടെ വാഴനയൊക്കെ ഇഷ്ടംപോലെ നിൽപ്പുണ്ട്. പക്ഷെ ആരും പോയി പറിക്കാൻ ആൾക്കാരുണ്ട്. പറിച്ചോണ്ട് വേണമെന്ന് പറഞ്ഞു. അവന് വാഴ സമയമില്ല. വാഴനയൊക്കെയാണ് വാഴന പറിക്കാനൊന്നും എനിക്ക് സമയമില്ല. ഞാൻ ബിസിയാണ്, ഭയങ്കര ബിസിയാണ് നോക്കല്ലോ. ഈ കാര്യം നമ്മൾ പറഞ്ഞ് ആരും ഒന്നും ചെയ്യത്തില്ല. നായി വരുമ്പോൾ എന്ത് നായി വരുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഉണ്ടാക്കുവാണ് എന്താണ്, എങ്ങനെയാണെങ്കിലും നമ്മൾ കഴിക്കും. അല്ലേ? നമ്മുടെ അപ്പം കഴിക്കത്തില്ല. അപ്പൻ ഇതുകൊണ്ട് കൊടുക്കുമ്പോൾ നമ്മളെ ആട്ടും. മധുരം പറഞ്ഞു. മധുരം ഇന്നത്തെ ഇലയപ്പം ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. പച്ചക്കറി വെച്ച് ഇലയപ്പം ഉണ്ടാക്കണം. പച്ചക്കറി വെച്ച് ഇലയപ്പം ഉണ്ടാക്കും. നമുക്കൊരു ദിവസം ചെയ്യും. ശർക്കര ഉണ്ട്, തേങ്ങയുണ്ട്, പിന്നെ ചക്കയുണ്ട്. പ്രോട്ടീനുള്ള സാധനം വെച്ചത് അവന് ഉണ്ടാ. ഇല കീറിയില്ല രണ്ടാകാൻ ഈ ഇല മരിച്ചു അങ്ങനെ കൊണ്ട് തെറ്റ് ചെയ്തുകൊണ്ട് ചെറിയ നേപ്പത്തിന് കൊടുക്കും. ക്യാമറമാൻ ആണെങ്കിൽ ഭയങ്കര ശല്യമാണ്. ക്യാമറ പിടിക്കാനും പറഞ്ഞാൽ വന്നാലും ഭയങ്കര ശല്യമൊക്കെ ചെയ്യും. അടുക്കള വന്നു ക്യാമറമാനെ ബിസിയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ജോലിയും ചെയ്യുന്നത്. 10 മണിയാകുമ്പോഴത്തോട്ട് പിന്നെ ബിസിയാണ് ക്യാമറമാൻ. ഇത് എന്തുവാ ബിസിന്ന് എനിക്കും അറിയത്തില്ല. ഇങ്ങനെയൊക്കെ എന്നെ ഗൈസ്.
ഞാൻ ഇങ്ങനെ വീഡിയോ ഇടുന്നത് എനിക്ക് വലിയ താല്പര്യമൊന്നും ഗൈസ്. എൻ്റെ മോള് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക്. കൊച്ചിനെ തൊട്ടാണ് മൊബൈൽ അഡിക്റ്റാണ്, മൊബൈലിൻ്റെ അഡിക്റ്റാണ് ഗൈസ്. അവനെപ്പറ്റി മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അത് അവനെ പിണക്കാനുള്ളത് ശരിയല്ലല്ലോ മക്കളല്ലേ. നമുക്കൊരു അടിയൊക്കെ കൊടുക്കണേന്ന് അവനെ സ്നേഹിച്ച് നിർത്തിയാണെങ്കിൽ അവനെ അടിക്കാൻ പറ്റും. എൻ്റെ പിള്ളേരൊക്കെ വഷളായി പോകും. ഈ പ്രായത്തിൽ ഞാൻ നല്ല പൊട്ടിക്ക് വെച്ച് കൊടുക്കണം ഗൈസ്, ഞാൻ സത്യം പറഞ്ഞു. അല്ല പിന്നെ അതെല്ലാം അങ്ങ് കളയടാ, അതെല്ലാം കാണാം ആവശ്യത്തിലേക്ക് പറഞ്ഞില്ല. കണ്ടു നിന്നാൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഞാൻ ഇന്ന് ഇലയപ്പം ഉണ്ടാക്കാം. ഞാൻ രാവിലെ ഒരു ട്രിപ്പ് ദോശ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതിന് മാവിരിക്കുന്നുണ്ട്. അപ്പോൾ മാവ് കപ്പ് കാച്ചി ഞാൻ ഇച്ചിരി ഇലയപ്പം ഉണ്ടാക്കുവാണ്. ചക്കയുണ്ട്, തേങ്ങയുണ്ട്, വാഴപ്പഴമുണ്ട്, ശർക്കരയുണ്ട്, ഏലക്ക പൊടിച്ചതുണ്ട് കേട്ടോ. അതാണ് ഇത്. ഇതെല്ലാം റെഡി ആക്കിയിട്ടാണ് ഞാൻ പിന്നെ ക്യാമറക്കാരനെന്ന് പറഞ്ഞ് ഇവിടെ ക്യാമറക്കാരനുണ്ട്. ആ ക്യാമറക്കാരൻ പറഞ്ഞു മമ്മി എന്നാൽ ഇത് എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ആഗ്രഹമല്ലേ ഗൈസ്. അന്നേരം അതുകൊണ്ട് എടുക്കുകയാണ്. അവനിപ്പോൾ 9-10 മണിയാകുമ്പോഴത്തോട്ട് അവൻ ബിസി ആയിരിക്കും. പിന്നെ എടുക്കാനൊന്നും പറ്റത്തില്ല. ഒരു 6 മണി വരെയും ബിസി ആയിരിക്കും. അതുകൊണ്ടാണ് ഗൈസ് പെട്ടെന്ന് ചെയ്ത് വെച്ചത്. ഞാൻ എണ്ണയൊക്കെ പരത്തി വാഴയിൽ എണ്ണ റെഡിയാക്കി വെച്ചേക്കുവാണ്. ഞാൻ നേരത്തെ ഒന്നും ഇത് ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. എനിക്ക് അത്ര അറിയത്തില്ല. എൻ്റെ അറിവനുസരിച്ച് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയത് കണ്ടുള്ള പരിചയമേ ഉള്ളൂ. ഞാൻ ഇവിടെ ഒന്നും ഇല്ലായിരുന്നു ഇതൊന്നും ഉണ്ടാക്കാനൊന്നും. ചക്കയൊന്നും കിട്ടാത്ത നാട്ടിലായിരുന്നു ഞാൻ. അതുകൊണ്ട് എനിക്ക് അത്ര കറക്റ്റൊന്നും അറിയത്തില്ല ഗായ്സ്. കേട്ടോ ഗായ്സ് മോനെ. അപ്പം ഇത് എല്ലാം ഇങ്ങനെ ശരിയാണെന്നൊന്നും എനിക്കറിയില്ല. കഴിക്കുമ്പോൾ അറിയാം എന്തുവാണ്. ഇലയപ്പമാണോ വട്ടയപ്പമാണോ എന്തുവാ വരുന്നതെന്ന് എനിക്കറിയത്തില്ല ഗായ്സ്. എല്ലാവരും ഇങ്ങനെ ഗായ്സ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഞാനും കിടന്ന് പറയുന്നു. എനിക്ക് ഈ വീഡിയോ എടുക്കുന്നതിനൊന്നും വലിയ താല്പര്യമൊന്നും ഉള്ള ആളല്ല. എൻ്റെ മോനാണെങ്കിൽ അവൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പറ്റില്ലല്ലോ. അവൻ എന്നോടൊരാഗ്രഹം പറഞ്ഞു. അപ്പോൾ അവൻ്റെ ആഗ്രഹം ഞാൻ സഹായിച്ചു കൊടുക്കുക അല്ലേ. അതാണ് അവന് ഒരാഗ്രഹം. അവന് മൊബൈൽ അഡിക്റ്റാണ്. മൊബൈലിൽ മാത്രമാണ് അവൻ അഡിക്റ്റ്. അപ്പം അന്നേരം അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു എനിക്കിത് എടുത്തതാണ്. അവൻ്റെ താല്പര്യപ്രകാരമാണ് ഞാൻ എൻ്റെ കാല് വയ്യെങ്കിലും ഇതിനൊക്കെ മുതിരുന്നു. എൻ്റെ ആഗ്രഹമല്ലേ, കുഞ്ഞല്ലേ, കൊച്ചല്ലേ, ആഗ്രഹം നമ്മൾ കുറച്ച് സാധിച്ചു കൊടുക്കുകയാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത പയ്യനായുണ്ട് കേട്ടോ. വേറെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അവനെ ഞാൻ കമ്പേ നിർത്തിയാണ്, കമ്പേ. അതുകൊണ്ട് ഞാൻ സാധിച്ചു കൊടുക്കുന്ന ഓരോ കാര്യങ്ങൾ. അപ്പം ഇതുകൊണ്ട് ഇത് എടുത്ത് കാണിക്ക്. അത്ര ആയപ്പോഴാണ് ഗൈസ് ഞാൻ ഓർത്തത്. എന്നാൽ ചെയ്യാം. അമ്പനും മോനും പറഞ്ഞു ഇത് ചെയ്യുന്നു. അപ്പോൾ വെട്ടമുണ്ടോ ഉണ്ടോ? ഇതിൻ്റെ അകത്ത് ചക്ക, തേങ്ങ, ശർക്കര, ഏലക്ക, വാഴപ്പഴം ഇത്രയുണ്ട് ഗൈസ്. ഞാൻ കണ്ടോ വെക്കുവാന്നേ. കഴിക്കുമ്പോൾ കാണിക്കും. രാവിലെ ഞങ്ങൾ ദോശ കഴിഞ്ഞപ്പോഴാണ് ഇത് ചെയ്യാമെന്നുള്ള ചക്ക ഇരിക്കുന്നു. അപ്പോൾ ചക്ക കൊണ്ട് ഇവന് അങ്ങനെയൊന്നും കഴിച്ചിട്ടില്ല. ഇവനങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അത്ര വാങ്ങിച്ചു കൊടുത്തുള്ള പരിചയമേ ഉള്ളൂ. ചെയ്തിട്ടില്ല. അമ്മച്ചി ഉണ്ടാക്കിയിട്ടുണ്ട് ഇല്ലടാ. ഇല്ലയോ? അമ്മച്ചി ചൂട് ഗൈസ് കഴിക്കാം.
ആദ്യം ഇട്ട് പിടിയെന്ന അത് കളഞ്ഞിട്ട് ഇപ്പം എന്തോ ചൂടാണ് ഗൈസ്, ചൂടുള്ള സാധനമാണ്. ഒരു പ്രോപ്പർ കട്ട്. Lipisan paru Uyarun na tarangam hൃദയം നിറയും നേരു ചുവടുകാൽ വേഗം